പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തെ പ്രതി വിശുദ്ധ കുദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏഷ്യ 58:11 പറയുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. തങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന UAE ബദാസയിദിലെ സനീഷ് ജീന ദമ്പതിമാരെ നമുക്കിന്ന് പരിചയപ്പെടാം. ഷാലോം TVക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ?
എൻ്റെ പേര് സനീഷ് ജോസ് പറപ്പുള്ളി. ഞങ്ങളുടെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ. ഇതെൻ്റെ വൈഫ്. എൻ്റെ പേര് ജീന ജോബ്. ഞാൻ സ്റ്റാഫ് നേഴ്സായി ബാദ സൈദിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ മൂത്ത മകൾ. എൻ്റെ പേര് ഹൽനാർ റോസ്ലിൻ. ഞാൻ ഗ്രേഡ് 2 പഠിക്കണേ. ഇത് ഞങ്ങളുടെ ഇളയ മകൻ ഹെൽഡ്രിൻ സനീഷ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമ്മളെ മതപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പലരുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ബന്ധുജനങ്ങളാകാം. സനീഷിൻ്റെ ചെറുപ്പത്തിലെ അനുഭവങ്ങളൊന്ന് ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാമോ? എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഫാദർ മരിച്ചു പോയിരുന്നു. എന്നെ വളർത്തിയതും എല്ലാം എൻ്റെ അമ്മയും വല്യമ്മയുമാണ്. വല്യമ്മ എന്നും രാവിലെ എണീറ്റ് കൊന്ത ചെല്ലുകയും എന്നും രാവിലെ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. ശേഷം 19ാമത്തെ വയസ്സിൽ എൻ്റെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും സഹായത്തോടെ എനിക്ക് ദുബായിലെത്താൻ ദൈവം സഹായിച്ചു. 19ാം വയസ്സിൽ തന്നെ സനീഷ് ദുബായിൽ എത്തിച്ചേർന്നു അല്ലേ? അപ്പോൾ സനീഷിൻ്റെ ഓർമ്മകൾ നമ്മൾ കേട്ടു. ജീനയുടെ കുടുംബത്തിൽ നിന്ന് ജീനയുടെ ആ വിശ്വാസ പരിശീലനം എങ്ങനെയായിരുന്നു? ഞാൻ സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥന എന്നും ചൊല്ലണമെന്നുള്ള വീട്ടിൽ നിർബന്ധമായിരുന്നു. പിന്നെ അവസരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പള്ളിയിൽ പോകാനും ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു പള്ളി. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ടതിന് ശേഷം ഗ്രോട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇൻ്റർവെൽ ടൈമിൽ പോലും പള്ളിയിൽ പോവുകയും ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും എനിക്കിഷ്ടമായിരുന്നു. പള്ളിയുടെ അടുത്ത് മഠമുണ്ടായിരുന്നു. ചാപ്പലിൽ പോവുകയും അവിടുന്ന് പ്രായമായ സിസ്റ്റേഴ്സിനോട് സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ബ്രേക്ക് ടൈം കിട്ടുമ്പോഴേക്കും ജീന പള്ളിയിൽ ഓടി പോകുമായിരുന്നു അല്ലേ? നല്ല കാര്യം. ജീനാന് ശേഷം ജീന നഴ്സിംഗ് മേഖലയിലേക്ക് എങ്ങനെ കടന്നു വന്നത്? ജീന ശരിക്കും ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തൊരു കോഴ്സായിരുന്നു, അതോ ആരെങ്കിലും സ്വാധീനം കൊണ്ടോ എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്? ചേച്ചി, ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി ഒന്നും ചേർന്ന കോഴ്സല്ല ഇത്. ജോലി സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ പ്രൊഫഷന് വന്നതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ദുരിതമാണ്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈം ആകുമ്പം വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് കരുണക്കൊന്തയും ചൊല്ലാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ലാസ്റ്റ് ഇയറിൽ എനിക്ക് 2nd റാങ്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. നെഹമ്യ 2:20 ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നഴ്സിംഗ് കോഴ്സ് ടഫാന്ന് തോന്നിയപ്പോൾ തന്നെ ജീനയും കൂട്ടുകാരിങ്ങനെ തീരുമാനം എടുത്തു അല്ലേ? 3 മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ഒട്ടുമേ നിന്ന് കൈ വിരിച്ച് പിടിച്ച് ചെല്ലുക എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഈശോ 2nd റാങ്ക് നൽകി ജീന അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നഴ്സിംഗിന് ശേഷം പെട്ടെന്ന് തന്നെ ജീനയ്ക്ക് ഗൾഫിലേക്ക് കയറിപ്പോരാൻ പറ്റിയോ? എങ്ങനെയായിരുന്നു? പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടി. ആ ജോലി സമയത്ത് നിന്നപ്പോഴാണ് സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂ വരുന്നത്. ആക്ച്വലി എനിക്ക് സൗദിയിൽ പോകാനോ വേറൊരു ഗൾഫ് കൺട്രി പോകാനോ തീരെ താല്പര്യമില്ലായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ ഒരു നിർബന്ധപ്രകാരവും ഫ്രണ്ട് തന്നെയാണ് CV എല്ലാം അയച്ച് അങ്ങനെ ഞാൻ സൗദിയിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പാസ്സായി ഞാൻ സൗദിക്ക് വന്നു. സൗദിക്ക് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. അവിടെ ഭയങ്കര ജോലിയിലാണേലും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവിടെയാണ് ഒരു പള്ളിയോ ഒരു കൂട്ടായ്മയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ സമയത്താണ് കല്യാണാലോചന വരുന്നത്. അപ്പോൾ ചെറുക്കൻ ദുബായിലായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇവിടെ പള്ളിയൊന്നും ഇല്ലാത്ത കാരണം അങ്ങോട്ട് പോകാം എന്നൊരു ധാരണയിൽ ആ കല്യാണം ഉറപ്പിച്ചു. ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മനസ്സിൽ സൗദിക്ക് പോകാമെന്നായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് വലിയ സാലറിയുള്ള ജോലിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പം വൈഫിനോട് പറഞ്ഞു അത് വേണ്ട, കാരണം എനിക്ക് അവിടെ പള്ളിയും കുർബാന കൂടാനൊന്നും പറ്റത്തില്ല. നമുക്ക് സാലറി കുറവാണെങ്കിലും നമുക്ക് ദുബായിൽ തന്നെ നിൽക്കാമെന്ന് വരും. പിന്നെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. സാലറി കുറവായാലും കുഴപ്പമില്ല, വിശുദ്ധ കുർബാനയ്ക്കാണ് ജീന പ്രയോറിറ്റി കൊടുത്തല്ലേ? അപ്പോൾ ജീന ദുബായിലേക്ക് കല്യാണത്തിന് ശേഷം ദുബായിലേക്ക് വന്നു. അപ്പം നിങ്ങൾ ജീന ആഗ്രഹിച്ച പോലെ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാനായിട്ട് ദുബായിൽ സാധിച്ചോ? ചേച്ചി, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉടനെ ഞാൻ ദുബായിക്ക് വന്നില്ല. കുഞ്ഞിന് ഡെലിവറി ആയതിനു ശേഷം കുഞ്ഞിനെ അവിടെ ആക്കി ശേഷമാണ് ദുബായിക്ക് വരുന്നത്. ദുബായിക്ക് വന്നതിന് ശേഷം ഞങ്ങൾ 2 പേരും വേറെ വേറെ ആയിരുന്നു. കുറഞ്ഞ സാലറിയാണ്, വിസിറ്റിങ്ങിന് വന്നേക്കുവാണ്. പിന്നെ അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് താമസിച്ചു. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ക്ലിനിക്കിൽ ഒരു കുഞ്ഞ് ജോലി ശരിയാവുകയാണ്. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത്രയെല്ലാം നടത്തി തന്നു, ഇനി ഞങ്ങൾ 3 പേരെ ഒന്നിച്ചുകൂടെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ബൈബിൾ എഴുതുകയും പിന്നീട് വചനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ലൂക്ക 18:27 ആ വചനമാണ് ഞാൻ എഴുതിയത്. ജീന ബൈബിൾ എഴുതിയെന്ന് പറഞ്ഞല്ലോ. ബൈബിള്
ഫുൾ ബൈബിൾ എഴുതിയോ? പഴയ നിയമം പുതിയ നിയമം എല്ലാം എഴുതിയോ അതോ എങ്ങനെ? ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് പുതിയ നിയമമാണ്. അത് തീർന്നതിന് ശേഷം പഴയ നിയമവും എഴുതാൻ തുടങ്ങി. Praise the Lord. അപ്പോൾ ജീന ദുബായിൽ വന്നപ്പോൾ അവിടെ നഴ്സുമാരുടെ കൂട്ടായ്മയൊക്കെ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂട്ടായ്മയിൽ ഒരു ഭാഗമായി മാറാനൊക്കെ ജീനയ്ക്ക് സാധിച്ചോ? ഇല്ല ചേച്ചി, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും എനിക്ക് ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ ജോലി കിട്ടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് ദുബായിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. അതിനുശേഷം ഞാൻ കർത്താവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ വേറൊരു ജോലിയിൽ, കോവിഡ് സമയമായിരുന്നല്ലോ, അപ്പോൾ വേറൊരു ജോലി കിട്ടി ഇച്ചിരി കൂടെ ഉയർന്ന സാലറിയിൽ. ആ സമയത്താണ് കൂട്ടായ്മയിലുള്ള ഒരു ചേച്ചീനെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത് ബസ് സ്റ്റോപ്പിൽ വെച്ച്. അപ്പോൾ ആ ചേച്ചിയാണ് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഇന്ന് വരെയും ആ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. നഴ്സസ് മിനിസ്ട്രിയിൽ മോൾ ആദ്യമായിട്ട് പങ്കുചേർന്നപ്പോൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അവരോട് പങ്കുചേർന്നിരുന്നത്? പ്രയറിന് മാത്രം പോവുകയോ അതോ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? ആ കൂട്ടായ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഞാൻ പഴയൊരു ജീനയല്ല പുതിയൊരു ജീനയാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലാണേലും പല മാറ്റങ്ങളാണ് സംഭവിച്ചിരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും ഞാൻ ചൊല്ലാറില്ലായിരുന്നു. പിന്നെ അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ, പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ലായിരുന്നു. ഇപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തും എല്ലാം പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജീന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. അപ്പോൾ സനീഷിന് വന്നൊരു ചേഞ്ചസ്, സനീഷിൻ്റെ കുടുംബത്തിൽ ലഭിച്ച, നിങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച എന്തെങ്കിലും അനുഗ്രഹങ്ങളോ സനീഷിന് തന്നെ ലഭിച്ച എന്തെങ്കിലും ദൈവാനുഭവമോ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാമോ? കൂട്ടായ്മയോട് ചേർന്നതിന് ശേഷം എന്നും രാവിലെ 5 മണിക്ക് കൊന്തയുണ്ടായിരുന്നു. ആ സമയത്ത് വൈഫ് കൊന്ത ചെല്ലുമായിരുന്നു. ഞാൻ ആ സമയത്ത് എണീക്കില്ല. അപ്പം ഞാൻ മനസ്സിൽ കേൾക്കും, പക്ഷേ എണീക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും ഒരു നല്ല ജോലി കിട്ടുമായിരുന്നെങ്കിൽ. അപ്പം എൻ്റെ ഈ ലൈസൻസ് ഉണ്ട്, 2 വർഷമായിട്ട് എൻ്റെ ഈ ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. എൻ്റെ ആ പേടിയൊന്ന് മാറണം. ആ സമയത്താണ് മാതാവിൻ്റെ രൂപം വീടുകളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയൊരു ജോലി ലഭിക്കുകയും എനിക്ക് വണ്ടി ഓടിക്കാനുള്ള പേടി മാറുകയും എൻ്റെ വണ്ടിയെ തന്നെ മാതാവിനെ മറ്റൊരു വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് അതിന് മാതാവിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കും ഒരു അനുഭവം ഉണ്ട് ചേച്ചി. ഞാൻ ആ ഏരിയയിൽ ഞങ്ങൾ പുതിയതായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലുള്ള നേഴ്സുമാരെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അടുത്തൊരു ക്ലിനിക്കുണ്ട്, അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു ആരെങ്കിലും നേഴ്സുമാരുണ്ടോ, എനിക്ക് നമ്പർ തരുമോ എന്ന് ചോദിച്ചാൽ. ആ ഷിഫ്റ്റിൽ മലയാളികൾ ആരുമില്ല, പക്ഷെ അവരെനിക്ക് നമ്പർ തന്നു. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേച്ചി എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ വിചാരിച്ചു അവിടുത്തെ നേഴ്സായിരിക്കും. ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നേഴ്സാണോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അല്ല, ഞാനൊരു ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ നേഴ്സുമാരുടെ വീട്ടിൽ മാതാവിനെ കൊണ്ട് വന്ന് കൊന്ത ചൊല്ലുന്ന ഒരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു ഞാനും മെഡിക്കൽ ഫീൽഡിലല്ലേ, എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഡോക്ടർ എപ്പോഴാണ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മതിയെന്നു. ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഡേയിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാനും മകളും കൂടെ മാതാവിനെ കൊണ്ട് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പം ആ ഡോക്ടറിൻ്റെ അമ്മയും അച്ഛനും വിസിറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മ ഈ മാതാവിനെ കണ്ടപ്പോൾ ഉടനെ പറയുവാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ മാതാവിന് വീട്ടിൽ വരുന്ന സ്വപ്നം കണ്ടെന്ന്. അതെൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഴമായിട്ട് സ്പർശിച്ചു. ജീന പേഷ്യൻസിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ജീനയുടെ ഈ നഴ്സിംഗ് ജീവിതത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്തൊരു അനുഭവം പങ്കുവയ്ക്കാമോ? ഒരു ചെറിയൊരു അനുഭവം എനിക്കുണ്ട് ചേച്ചി. ഞാൻ ICUയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു പേഷ്യൻ്റ് വന്നു, 10 വയസ്സുള്ളൊരു കുഞ്ഞു കൊച്ചാണ്. അവന് ഭയങ്കര സീരിയസ് ആയിരുന്നു. അവന് ശ്വാസം പോലും എടുക്കാൻ പറ്റത്തില്ല. മെഷീൻ്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു അവന് ശ്വാസമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് അവന് ഫിക്സും വരുന്നുണ്ടായിരുന്നു. അപ്പം രക്ഷപ്പെടുത്തില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. എനിക്ക് ആ മകനെ കണ്ടപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ബ്രദറിനെ പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ആ കുഞ്ഞിന് നല്ലൊരു സൗഖ്യം കൊടുക്കണമേ. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അവനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണെന്ന് തോന്നുന്നു. 3 മാസങ്ങൾക്ക് ശേഷം അവൻ നല്ല ആരോഗ്യത്തോടു കൂടി ICUന്ന് ഷിഫ്റ്റായി. പിന്നെ ഒരു 3-4 മാസത്തോടെ കഴിഞ്ഞിട്ട് വാർഡിൽ നിന്നും അവൻ വീട്ടിൽ ഡിസ്ചാർജ് ആയിപ്പോയി. പിന്നീട് ഫോളോ അപ്പിന് വരുമ്പോൾ ആ അമ്മ എൻ്റെ അടുക്ക് വരികയും ആ സന്തോഷം മനസ്സിൽ ഞങ്ങളെ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയല്ലേ? അതെ. അപ്പോൾ ജീനയ്ക്ക് ബൈബിൾ എഴുതി വചനങ്ങളൊക്കെ എഴുതിയ ശേഷം നിങ്ങൾ കുടുംബമായിട്ട് സെറ്റിലായി അല്ലേ? അപ്പോൾ ജീനയ്ക്ക് ചെറുപ്പത്തിൽ ലഭിച്ച ആ വിശ്വാസ പരിശീലനം എങ്ങനെ മോൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ഒഴിവുള്ള സമയത്തെല്ലാം മോളെ അടുത്ത് വിളിച്ചിരുത്തി വചനം പറഞ്ഞ് പഠിപ്പിക്കുകയും
കൊന്ത ചൊല്ലിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഹെല്ല മോളെ ആന്റി കേട്ടണ്ട് ഹെല്ല മോള് പ്രേയറിനൊക്കെ വചനം പറയണത്, ഒരു വചനം പറയാമോ? I will go before you and make rough places smooth. I will shatter the doors of bronze and cut through the iron bars. I will give you treasures of darkness and hidden wealth of secret places, so that you may know that it is the Yahweh, God of Israel, who call you by your name. Isaiah 45:2-3. ഗുഡ് ഗേൾ ആണ് കേട്ടോ. അത്ര വലിയ വചനം എല്ലാം മോള് ബൈ ഹാർട്ട് പിടിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനിയും വലിയ വലിയ വചനങ്ങൾ, ഇനിയും ഈശോ അനുഗ്രഹിക്കട്ടെ എല്ലാം മോളെ. ഓക്കെ, എല്ലാം മോളെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ജീനയ്ക്ക് ഇപ്പോൾ സൗദിയിൽ നിന്ന് സ്ഥലം വിട്ട് ഇവിടേക്ക് വന്നു, ദുബായിലൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷം ജീനയ്ക്ക് എന്ത് തോന്നി? ജീനയുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും മാറ്റമോ, അതോ സ്പിരിച്വൽ ആത്മീയ തലത്തിൽ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യാൻ പറ്റിയോ? ചേച്ചി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒന്നും പേഴ്സണൽ പ്രെയർ ഒന്നും ചൊല്ലുകയില്ലായിരുന്നു. ഇത് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന ശേഷം പേഴ്സണൽ പ്രെയറും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യം കിട്ടി. അപ്പോൾ ഇപ്പം പേഷ്യൻസ് എടുക്ക് പോകുമ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അവർക്ക് വേണ്ടി ഒക്കെ ചെയ്യാറുണ്ട്. പന്തക്കോസ്ത എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ഹസ്ബൻഡിനും ഒന്നിച്ച് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ അതിന് മുമ്പ് പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ഈ പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ പ്രോഗ്രാമിന് പങ്കെടുത്തു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിനോടുള്ള ആഴമായ ആ ഒരു ബന്ധം നിലനിർത്താൻ എനിക്ക് നേരത്തെ സാധിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യമൊക്കെ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയിരുന്നത് ചേച്ചി. അപ്പോൾ പന്തക്കോസ്ത ധ്യാനത്തിന് ചേർന്നതിന് ശേഷം അന്ന് ജീനയ്ക്ക് പ്രത്യേകമായി പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നും പരിശുദ്ധാത്മാവ് കൂടെ നടക്കുന്ന ശക്തിയാണെന്നും സഹായകനാണെന്നൊക്കെ ഒരു ബോധ്യം കിട്ടിയതല്ലേ? അത് കൂട്ടുകാർക്ക് കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടി ജീന ശ്രമിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന്. അതിനുശേഷം ഈ പെന്തക്കോസ്ത പ്രോഗ്രാമിന് ശേഷം എനിക്കൊരു നല്ല ഉയർന്ന സാലറിയിൽ ഒരു ജോലി ലഭിക്കാൻ സാധിച്ചു. പക്ഷെ അത് ബാദാസായിദ് എന്ന് പറഞ്ഞൊരു ഇച്ചിരി ദൂരെയായിരുന്നു, ദുബായിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അപ്പം അവിടെ ഒരു ചർച്ച ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം എനിക്ക് വളരെ സങ്കടമായി. എന്നാൽ പോലും ഇപ്പം സാലറി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ബാദാസായിദിൽ വന്നു. ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാനത് അവിടെ പറഞ്ഞപ്പോൾ ശേഷം അവിടെ നിന്ന് ഇൻചാർജും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. ലൈറ്റ് അസൈൻമെൻ്റ് ഇടുകയും അങ്ങനെയുള്ള എന്നെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാവോ അങ്ങനെയൊക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അതിലൂടെ ഞാൻ മനസ്സിലാക്കി ഈശോ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ജീന ദുബായിൽ നിന്ന് വിട്ട് ബദാസയിൽ വന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ പള്ളിയില്ലാന്ന്. പക്ഷെ അത് ഭയങ്കര വിഷമമായിട്ട് ജീനയ്ക്ക് ഫീൽ ചെയ്തോ? എങ്ങനെയായിരുന്നു ചേച്ചി? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ പള്ളിയിലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞെന്ന്. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചിമാർ പറഞ്ഞത് ഇവിടെ നിന്ന് എല്ലാ ആഴ്ചയിലും ബസ്സുണ്ടെന്നും പിന്നെ കൂട്ടായ്മ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഞാൻ അറിയാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി. ജീന അത് എല്ലാവരോടും പറയാറുണ്ട്, ഇത് കൂട്ടായ്മയുള്ള കാര്യം, പള്ളിക്ക് ബസ് പോകുന്ന കാര്യമൊക്കെ മറ്റു കൂട്ടുകാരോടും പറയാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പള്ളി ഉണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറയുമായിരുന്നു. അവർക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പം അവരും കൂട്ടായ്മയോട് ചേരാനും പള്ളിയിൽ പോകുവാനും ഒക്കെ സാധിച്ചു. നിങ്ങൾ പന്തക്കോസ്ത പ്രേയറിന് പോയപ്പോൾ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുടുംബമായിട്ട് എങ്ങനെ ഒരുങ്ങിയത് ഒന്ന് പറയാമോ? ചേച്ചി, ഞാൻ ഈ ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞത്. അന്നേരം ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ള ചേച്ചിമാർക്കെല്ലാം മെസ്സേജ് ചെയ്തു. കാരണം നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ജോലി, ആൾക്കാരെ ഒന്നും അറിയത്തില്ല, ഞാൻ പുതിയതാണ് ഇവിടെ. അപ്പോൾ എനിക്കൊരു വിഷമമായിട്ട് ഞാൻ എല്ലാവർക്കും പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ അതിലുള്ള ഒരു ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തു, നീ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, നീ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ സന്ധ്യായ പ്രാർത്ഥനയും ഞങ്ങൾ 3 പേരും ചൊല്ലിയതിന് ശേഷം എൻ്റെ വയറിൽ കൈവച്ച് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യം ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ്റെ ജനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആ വചനമായിരുന്നു ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. നല്ലൊരു വചനമായിരുന്നു. അപ്പോൾ അത് ജീന തന്നെയാണോ ചൊല്ലിയിരുന്നത്?
അല്ലല്ല, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ, ഞാൻ ചൊല്ലിക്കൊടുക്കും, അവരും എൻ്റെ വയറിൽ കൈവച്ച് എന്നിട്ട് അവർ ഏറ്റു പറയും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു അല്ലേ? അതെ അതെ. തോബിത്ത് 3:16 പറയുന്നു, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തെ നാം കേട്ടുവല്ലോ. മരുഭൂമിയിലെ മരുപ്പച്ചയായും നീർച്ചാലായും നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ യഥാർത്ഥ അനുയായികളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി മാറട്ടെ, ഒരു വിശുദ്ധയായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.